സർവശക്തനായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന ഈ മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നമുക്കൊന്നിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. അങ്ങനെ ദൈവ ആരാധനയിലൂടെ കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന തുല്യമാണല്ലോ. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപകള് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ നമുക്ക് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ നമ്മുടെ കൂടെ ആയിരിക്കുക ബഹുമാനപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെയാണ്. ഈ അച്ഛന്മാരോട് ചേർന്ന് സിസ്റ്റേഴ്സിനോട് ചേർന്ന് സ്നേഹിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ടവനെ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നതിനാണ് നമ്മുടെ കർത്താവാദി. ദൈവത്തെ നമ്മുടെ ബലഹീനതയൊക്കെ അറിയാം, കാരണം അവിടെ നിന്നാണല്ലോ നമ്മൾ സൃഷ്ടിച്ചത്. നമ്മൾ ചിലപ്പോഴൊക്കെ വീണു പോകുന്ന മേഖലകള്, അത് പാപത്തിന്റെ വീഴ്ചകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സംഭവിച്ചു വന്ന വീഴ്ചകളും, ചിലപ്പോൾ രോഗത്തിന്റെ ശരീരത്തിന്റെ വീഴ്ചകള്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ പരാജയങ്ങളും തകർച്ചകളും വേദനകളും വീഴ്ചകളൊക്കെ അറിയുന്ന ദൈവം, അതറിയ മാത്രമല്ല കരുണയോടെ നമ്മുടെ കരം പിടിച്ചു ഉയർത്തുന്ന ദൈവം. ആ ദൈവം പറയുവാണ്, നിന്റെ ബലഹീനതയില് നീ എന്ത് ചെയ്യണം? നീ എന്നിൽ ആശ്രയിക്കുക, എന്നെ വിളിക്കുക, അപ്പോ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 2-ാം ലേഖനം 13-ാം അധ്യായം എന്റെ 4-5 വാക്യങ്ങൾ പ്രകാരം വചനം നമ്മോട് പറയുകയാണ്, അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു. ആരെക്കുറിച്ച് പറയുക? ഈശോയെ കുറിച്ച് പറയുക. സർവശക്തനായ ദൈവം മനുഷ്യരായ ബലഹീനരായ നമ്മോട് താരതമ്യപ്പെടുത്താൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു ബലഹീനനെ പോലെ, നിസ്സഹായനെ പോലെ ക്രൂശിക്കപ്പെട്ടു. എന്നാൽ സ്വർഗപിതാവ് പുത്രനായ ദൈവത്തെ മഹത്വത്തിൽ ഉയർത്തി. ഇതൊരു മാതൃക. ആർക്കുള്ള മാതൃക എന്നറിയോ? കർത്താവായ യേശുവിൽ ആശ്രയിച്ച്, പിതാവായ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവർക്കുള്ള മാതൃക. നിന്റെ ബലഹീനതകളിൽ നിന്നെ ഉയർത്താൻ തക്കതായ ഒരു ദൈവം നിനക്കുണ്ട്. അതുകൊണ്ട് വചനം വീണ്ടും പറയുവാണ്, ഈ യേശുവിന്റെ ബലഹീനതയും ആ ബലഹീന ദൈവപിതാവിനെ ഉയർപ്പിച്ചതിനെയും കുറിച്ച് പറഞ്ഞിട്ട് ഇതാ പൗലോസ് ശ്ലീഹ പറയുവാണ്, ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്. അഭിമാനത്തോടെ പറയാ, ഞങ്ങൾ ബലഹീനരാണ്, പക്ഷെ ക്രിസ്തുവിൽ ഞങ്ങൾ ബലഹീനരാണ്. അതുകൊണ്ട് എന്താ പ്രത്യേകത? എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴൊക്കെ ഞങ്ങൾ അവനോട് കൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും. അപ്പോസ്തലൻ പറയുക, ഞാൻ ബലഹീനനാണ്, പക്ഷേ കർത്താവായ യേശുവിനോട് ചേർന്ന് എൻ്റെ ബലഹീനതകളെ ഞാൻ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുമ്പോ എന്നെ എൻ്റെ കർത്താവ് ശക്തിപ്പെടുത്തും എന്ന് ചേർന്ന് ഈ വചനത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെയും ബലഹീനതകളെയൊക്കെ ഒന്ന് ഓർത്തിട്ട് ആ ബലഹീനതകളെ എൻ്റെ കർത്താവിനെ ശക്തിപ്പെടുത്തുമെന്ന് അതിരം തുറന്ന് വാ തുറന്ന് പറഞ്ഞേ, ഏറ്റവും എന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവ് എൻ്റെ ബലഹീനതകളിൽ എന്നെ ശക്തിപ്പെടുത്തും. എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് എന്റെ കുറവുകളെ ഞാൻ മറികടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ബലഹീനതയിൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എനിക്ക് ശക്തി കിട്ടുമെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ട് ആ അപ്പസ്തോലൻ നമ്മോട് പറയുവാണ്. അടുത്ത വാക്യം വചനം പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുക. അപ്പൊ നമ്മോട് പറയുക, ബലഹീനതയൊക്കെ ഉണ്ടെന്നേ കുഴപ്പമില്ല, വീഴ്ചകളൊക്കെ ഉണ്ടെന്നേ കുഴപ്പമില്ല, പക്ഷേ നോക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നീ നിന്റെ ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ടോ? ആ വിശ്വസ്ത നിനക്കുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നീ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൽ കുറവില്ലെങ്കിൽ, ഏത് ബലഹീനതയിലും നിന്നെ ഉയർത്താൻ, ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. ശക്തിയോടെ ആവേശത്തോടെ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും അപ്പസ്തോലൻ പറയാണ്, നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുവിൻ. വീണ്ടും അപ്പസ്തോലൻ പറയുവാണ്, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ
പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പൊ കർത്താവ് യേശു നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഏത് ബലഹീനതയുണ്ടെങ്കിലും നമുക്ക് വിജയമുണ്ട്. ആ ഈശോ നമ്മോട് വിശ്വസ്തനാ. നമുക്ക് കിട്ടിയ വിളിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള, ഒരു ക്രൈസ്തവനായിട്ട് ജീവിക്കാനുള്ള, ആരാധന നിലനിൽക്കാനുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന വെളിയിൽ നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമുക്ക് വിജയമുണ്ട്. ഇനി അതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാ അപ്പോസ്തലൻ പറയാ ബാക്കി പരീക്ഷകളിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു. ജീവിതത്തിന്റെ പരീക്ഷകൾ, പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്. നമ്മൾ ഈ പാടി പ്രാർത്ഥിക്കുന്നത് കർത്താവിൽ ആശ്രയിച്ച് വിശ്വാസത്തെ ഏറ്റുപറയുന്നതും ഒപ്പം തന്നെ ഈ പ്രാർത്ഥിക്കുന്ന പാടുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കണേ എന്നുള്ള പ്രാർത്ഥന കൂടിയാണ്. എന്താണ് ഗാനത്തിന്റെ വരിക നമ്മെ ഓർമ്മപ്പെടുത്തുക? ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. എൻ്റെ ദൈവമാണ് എൻ്റെ ബലഹീനതകളില്, നിസ്സഹായതയില് എനിക്ക് ബലമേകി എന്നെ നടത്തുന്നത്. ഈ വിശ്വാസം പ്രഖ്യാപിച്ച് ഇനി എൻ്റെ ബലഹീനതയുടെ ഈശോയെ എനിക്ക് ബലം നൽകണേന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് താളത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇതാ പൗലോസ് ശ്ലീഹ വീണ്ടും നമ്മോട് സംസാരിക്കുവാണ്. അദ്ദേഹത്തിന്റെ ബലഹീനതയില്, അദ്ദേഹത്തിന്റെ കുറവില് ദൈവം എപ്രകാരം ഇടപെട്ടു എന്നതിനെ കുറിച്ച്. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 2-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 7 മുതൽ വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുവാണ്. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടെന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നോക്കിക്കേ, പൗലോസ് അപ്പോസ്തലൻ പറയുക, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മുള്ള്, ഒരു ബലഹീനത, അത് മാറിപ്പോകാൻ വേണ്ടി 3 പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞു. എന്നാ കർത്താവിന്റെ മറുപടി എന്താ? കർത്താവ് പറയുക, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരും. അത് മതി നിനക്ക്. കാരണം ബലഹീനതയിലാണ് എൻ്റെ ശക്തി നിന്റെ ജീവിതത്തിൽ കൂടുതൽ പ്രകടമാക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നിസ്സാരരാണ്, നമ്മളൊക്കെ ബലഹീനരാണ്.
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളിൽ തകർന്നു പോകാനും നശിപ്പാനുള്ളവരല്ല കേട്ടോ നമ്മള്. മറിച്ച് ആ ബലഹീനതകളെ, ആ തകർച്ചകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അതിൻ്റെ മേൽ ദൈവത്തിന്റെ കൃപ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ഒരു പക്ഷെ മറ്റാരും അറിയാത്തതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ, കുറവുകളെ ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിച്ച് എന്നിട്ട് അതിൻ്റെ മേൽ ദൈവത്തിന്റെ കൃപ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് കർത്താവ് എൻ്റെ ജീവിതത്തിന്റെ മേൽ കൃപ അയക്കുന്നവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. പാടിക്കേ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കൃപയാലേ 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 ദൈവത്തിന്റെ കൃപ ഏറ്റു പറഞ്ഞ് ആവർത്തിച്ചു പാടി. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. കർത്താവിന്റെ കൃപ എന്റെ കൂടെയുണ്ട്. കൃപയാലേ കൃപയാലേ എന്നെ ശക്തിപ്പെടുന്ന എന്റെ ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നു. കൃപയാലേ 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 കൃപയാലനുദിനവും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് യേശുവേ എന്ന് വിളിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ വിളിച്ച് ഈശോയെ അവിടുത്തെ കൃപ, അവിടുത്തെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോയെ ഒഴുകണേ. ഞങ്ങളുടെ ബലഹീനതകളെ അതിജീവിക്കാൻ, ഞങ്ങളുടെ കുറവുകളെ അതിജീവിക്കാൻ ഈശോയെ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ സ്നേഹശൂന്യതകളെ നികത്തിയെടുക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ എല്ലാവരും ജീവിതങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. കർത്താവ് ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലൊക്കെ കുടുംബങ്ങളിൽ ചില തലക്കദോഷങ്ങള്, ചില പൈശാചിക പീഡകള് പ്രബലപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ ഇതിന്റെ മേൽ സ്വർഗത്തിന്റെ ശക്തി കടന്നു വരട്ടെ. സ്വർഗത്തിന്റെ ശക്തി കടന്നു വരട്ടെ. ഈശോയെ സങ്കീർത്തന പുസ്തകം 50-ാം സങ്കീർത്തനം. അനർത്ഥകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് വേദന കഴിയുന്ന വ്യക്തിയാണോ, ദുഃഖത്തിന്റെ ഭാരങ്ങൾ കഴിയുന്ന വ്യക്തിയാണോ, ദൈവത്തിന്റെ വചനം പറയുക, നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്ക്, കർത്താവ് നിന്നെ മോചിപ്പിക്കും. ഒപ്പം അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇന്നിന്റെ ദുഃഖങ്ങള്, വേദനകള് നിനക്ക് കാരണമായിട്ട് തീരും. വീണ്ടും വചനം പറയാണ്, സങ്കീർത്തന പുസ്തകം 115-ാം സങ്കീർത്തനം 12-ാം വാക്യം, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. നമുക്കൊക്കെ വചനം പറയാ, കർത്താവിന്, സർവശക്തനായവന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് വിചാരമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ബലഹീനത, നമ്മുടെ വേദന അതെടുത്ത് വെച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോ നമ്മുടെ മേൽ കരുണ വർഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്നിന്റെ നമ്മുടെ വേദന നാളത്തെ ദൈവമഹത്വത്തിന്റെ കാരണമായിട്ട് മാറണം. ഇത് വിശ്വസിച്ചുകൊണ്ട് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ വിശ്വാസം പ്രഖ്യാപിച്ച് ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. വിശ്വാസത്തോടെ എൻ്റെ ഈശോ, എൻ്റെ ദൈവം എൻ്റെ ദുഃഖങ്ങളിലും ഭാരങ്ങളിലും എന്നെ കാത്തോളും, എന്നെ വഴി നടത്തും. ഞാൻ കർത്താവിന്റെ വാക്കിന് വില കൊടുത്ത് ജീവിക്കുകയും ചെയ്യും.
ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഗാനത്തോട് ചേർന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. വിശ്വാസത്തോടെ പാടിക്കേ. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. എല്ലാവരും ചേർന്ന് പാടിയേ. ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. വിശ്വാസത്തോടെ ആവേശത്തോടെ ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് കരുതിയിടും. ഈശോ എന്നെ ശക്തിപ്പെടുത്തുന്നവൻ. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും തിരുശക്തിനാഥൻ പകർന്നിടും. 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 കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ആവർത്തിച്ചു പാടി. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും എല്ലാ മനസ്സുകളും സ്തുതിച്ചു പാടട്ടെ. കൃപയാലേ കൃപയാലേ കർത്താവിന്റെ കൃപയിൽ ശക്തി ആശ്രയിച്ച് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ഈശോയെ കൃപയാലേ കൃപയാലേ ദൈവമേ കൃപയാലനുദിനവും സ്തുതിച്ച് ആരാധിച്ച് ഈശോയെ വിളിച്ച് ദൈവത്തെ വിളിച്ച് ശക്തനായ ദൈവത്തെ വിളിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് വിളിച്ച് കർത്താവിന്റെ കൃപ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. ശക്തമായിട്ട് കടന്നു വരട്ടെ. ഈശോയെ 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 സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. വചനത്തിന്റെ വാഗ്ദാനം പറയുന്നല്ലോ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ രക്ഷ കടന്നു വരട്ടെ. യേശുനാമത്തിൽ വിശുദ്ധീകരണം കടന്നു വരട്ടെ. യേശുനാമത്തിലെല്ലാം കലഹത്തിന്റെ പ്രവണതകൾ മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ വെറുപ്പ് ഉദ്ദേശം മാറിപ്പോകട്ടെ. യേശുനാമത്തിൽ സന്തോഷം ഹൃദയങ്ങളിൽ നിന്ന് മനസ്സിൽ നിന്ന് നിരാശകൾ മാറിപ്പോകട്ടെ. ദുഃഖഭാരങ്ങൾ മാറിപ്പോട്ടെ. ഓർത്തോട്ട് നിൽക്കുന്ന മനോഭാവങ്ങൾ മാറിപ്പോകട്ടെ. ഈശോയെ 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 യേശുവേ യേശുവേ ശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളുടെ ഇന്നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ ഈശോയെ കരുണയുള്ള കർത്താവേ, കരുണയുള്ള കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 3 മുതൽ വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചു എന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്താ അപ്പോസ്തലൻ പറയുക? അപ്പോസ്തലൻ പറയാണ്, യേശുക്രിസ്തു തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ അവസാന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സ്വർഗത്തിൽ വെളിപ്പെടാനിരിക്കുന്ന വലിയ സൗഭാഗ്യത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടവരാ. അപ്പൊ അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഒരു വിചാരത്തെ കുറിച്ച് വീണ്ടും ദൈവത്തിന്റെ വചനം പറയാണ്. 6-ാം വാക്യം, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായി തീരും.
ദൈവത്തിന്റെ വചനം പറയുക, ഈ അല്പകാലത്തേക്ക് ഈ ലോകത്തിലെ ജീവിതത്തില് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില പരീക്ഷകള്, ചില പ്രശ്നങ്ങള്, ചില അസ്വസ്ഥതകള്, നന്മ ചെയ്താലും ചിലപ്പോൾ ഉണ്ടാവും. നമ്മൾ നന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ കളിയാക്കപ്പെടുന്ന സന്ദർഭം, ഒറ്റപ്പെടുന്ന സന്ദർഭം, എത്ര നന്മ ചെയ്തിട്ടും പ്രതിഫലമായിട്ട് നന്മ കിട്ടണില്ല, പ്രശംസ കിട്ടണില്ല, മറിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിലും ദൈവത്തിന്റെ വചനം പറയുവാണ്, അപ്പോസ്തലൻ പറയുവാണ്, നിരാശപ്പെടണ്ട. കാരണം നിങ്ങളുടെ പരീക്ഷകളെ അഗ്നിയിൽ എന്ന പോലെ ശോധന ചെയ്യുക. സ്വർണത്തെക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ കയ്യിലുള്ള വിശ്വാസം. കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പൊക്കോളൂ. അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് അവസാന വചനം പറഞ്ഞ എന്താ? വചനം പറയുകയാണത് യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായി തീരും. അങ്ങനെയെങ്കിൽ ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്, യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും, കഴുകനെ പോലെ ചെറുകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. ദൈവത്തെ അന്ത്യവിധി നാളിൽ മഹത്വവുമായിട്ട് കടന്നു വരുന്ന ദൈവത്തെ കാത്തിരിക്കുന്ന നമ്മള് എത്ര പ്രതിസന്ധി വന്നാലും എഴുന്നേറ്റോടും. കാരണം നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല, മറിച്ച് സ്വർഗം തരാൻ പോകുന്ന വലിയ പ്രതിഫലത്തിൽ. ഇത് വിശ്വസിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. എന്താ മനസ്സിലേക്ക് കരുതേണ്ടതെന്നറിയോ? ഈ ജീവിതത്തില് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, വിശ്വാസം ചേർന്ന് നിൽക്കുമ്പോൾ ഏതൊക്കെ പ്രതിസന്ധി കടന്നു വന്നാലും അതിനൊക്കെ അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഗാനത്തോട് ചേർന്ന് ഈ വിശ്വാസം പ്രഖ്യാപിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും, യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും. വിശ്വാസത്തോടെ പാടി. യഹോവയെ കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും, ശക്തിപ്പെടുന്ന ദൈവം. കാത്തിരിപ്പോർ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെയോ പ്രതിസന്ധികൾ അതിജീവിച്ച് ഞാൻ മുന്നോട്ട് പോകും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ വിശ്വാസത്തോടെ പാടി. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെയോ കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ആവർത്തിച്ച് കൃപയാലേ 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 കൃപയാൽ അനുദിനവും കർത്താവിന്റെ കൃപ കൃപയാലേ കൃപയാലേ കൃപയാൽ ബലഹീനതയിൽ ബലമേകി ചെന്ന് പാടിക്കേ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ ശക്തിപ്പെടുന്ന ദൈവന്റെ കൂടെയുണ്ട്. കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ, സ്തുതിച്ചേ. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ പകരമാക്കപ്പെട്ടു. സ്വയം സ്വയം യേശുവേ 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 സ്വയം 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 യേശുവേ 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 സ്വയം സ്വയം. കർത്താവേ, ഉണ്ണിയായ കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്വയം 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 സ്വയം. ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല ജീവിതങ്ങളിലേക്കും കർത്താവിന്റെ കൃപ അതിശക്തമായിട്ട് കടന്നു വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.